രണ്ട് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ആസൂത്രണ പിഴവും മൂലം മാസങ്ങളായി നരകിക്കുകയാണ് ആലുവ പെരുമ്പാവൂർ KSRTC റോഡിലെ ജനങ്ങൾ. കുടിവെള്ള പൈപ്പിടാൻ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയെങ്കിലും സമയബന്ധിതമായി കരാറുകാരനെ കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാതിരുന്നതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസാരിക്കുകയും ചെയ്തു. ഇത് റോഡ് പണിത് പിറ്റേ ദിവസമാണ് ആ പൈപ്പിടാൻ വരുന്നത്. റോഡ് പണിയുന്നതിന് മുൻപ് ഈ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പണിയാൻ പോകുന്ന റോഡിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന്റെ കൂടെ സമയം കൊടുത്ത് ആ പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്താണോ റോഡ് പണിയുന്നത്? ഇപ്പോ ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾ റോഡ് പണി പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ കുത്തിപ്പൊളിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ കോർഡിനേഷൻ ഇല്ലാത്ത കൊണ്ടാണ്. ആലുവ, ഞാൻ ഉദാഹരണം പറയാണ്, ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ്. 8 മാസമായി റോഡ് കേടായി കിടക്കാണ്. 8 മാസം. അപ്പൊ PWDക്ക് എതിരായിട്ട് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ. അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, ഈ റോഡ് ഞങ്ങളുടേതല്ല, ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ്. എന്റെ കയ്യിലുണ്ട്, മലയാള മനോരമയിൽ വന്ന ആ ബോർഡിന്റെ പടമുണ്ട്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പ്രവർത്തകർ, ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു, ഇത് ഞങ്ങളുടേതല്ല. ഈ റോഡ് മരാമത്ത് വകുപ്പ് ഒപ്പ് എന്നുവെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. റോഡ് മോശമായി കിടക്കുന്നതിന്റെ ആക്ഷേപം കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ലാത്തതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക. ഇത് ഞങ്ങളുടെ അല്ല, ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെയാണ് എന്ന് റോഡ് വെക്കേണ്ട. അതാണ് കോർഡിനേഷൻ. സംസ്ഥാനത്ത് കോർഡിനേഷൻ നടക്കുന്നത്. ആലുവയിൽ നിന്ന് ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന റോഡായ ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇരുവശവും പൈപ്പിടൽ ജോലികൾക്കായി വെട്ടിപ്പൊളിച്ചതിനാൽ പലയിടത്തും ടാറിങ്ങുള്ള ഭാഗം ഏതാനും മീറ്ററുകൾ മാത്രമായി ചുരുങ്ങി. ആലുവ തോട്ടുമുഖം മുതൽ ചാലക്കൽ പകലമറ്റം വരെയുള്ള 10 കിലോമീറ്റർ ഭാഗം നിറയെ കുണ്ടും കുഴികളുമാണ്. ഇരുചക്ര വാഹന യാത്രക്കാരുൾപ്പെട്ട അപകടങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തക മരിയ അബു സംസാരിക്കുന്നു. ഒരു 10 ദിവസം മുമ്പ്, കഴിഞ്ഞതിന് മുമ്പത്തെ തിങ്കളാഴ്ചയാണെന്നാണ് ഓർമ്മ, ഞങ്ങൾ എറണാകുളത്ത് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ട് ഓഫ് എഞ്ചിനീയറെ പോയി കണ്ടു. എന്തുകൊണ്ടാണ് ഈ റോഡ് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരാതെ ഇങ്ങനെ കിടക്കണേന്ന് അറിയാൻ വേണ്ടി ഒരു അപേക്ഷയും വെച്ചിരുന്നു. ഇവിടെ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങളൊരു 3-4 പേരെ പോയത്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചെന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ PWDക്ക് കൈമാറ്റം കഴിഞ്ഞു എന്ന്. പക്ഷെ ഞങ്ങൾ നേരെ വന്ന് ഇവിടെ PWDയിലെ എഞ്ചിനീയറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന്. ഇതെല്ലാം നടന്നത് ആ ഒരു ദിവസം തന്നെയാണ്, തിങ്കളാഴ്ചയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കും, വേഗം ഒരു റൈറ്റ് RTI കൊടുത്തു വിവരാവകാശത്തിന്. എന്നാണ് ഈ റോഡ് ഞങ്ങൾക്ക് PWDക്ക് കൈമാറുന്നത്? ഇതെന്ന് ഞങ്ങൾക്ക് അപകടമില്ലാതെ ഞങ്ങളുടെ കുട്ടികൾക്കും മറ്റു ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്കും നടക്കാൻ കഴിയുന്നതെന്ന് അറിയാൻ വേണ്ടി. അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അവർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു വിരോധാഭാസം എന്ന നിലയിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ കാണുന്നത്. ഈ ബോർഡ് വാർത്തയാവുകയും ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇവിടെ പല കുഴികളും ഉണ്ട്, കുടിവെള്ളത്തിൻ്റെ ഉണ്ട്, ടാറിങ്ങിൻ്റെ ഉണ്ട്, ടെലിഫോണുണ്ട്, കൂടോത്രക്കല്ലുകൾ ഉണ്ടെന്ന് വരെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി കൂടോത്രക്കല്ലുകളാണ് ഒരു സ്റ്റേറ്റ് പാതയിൽ എന്ന് പറയുമ്പോൾ അതിനെന്താണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ തന്നെ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടി വരും. റോഡിന്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഒരാളിവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അത് വലിയ വാർത്തയാവുകയും വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നേരിട്ട് കേസ് ഏറ്റെടുത്തത്. ആ ഭാഗം മാത്രമാണ് അവർ ഒന്ന് ക്ലിയർ ചെയ്ത്. ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് അധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസം, അതായത് ഡിസംബർ മുതൽ ഉള്ള മാസങ്ങളിൽ ഇത് റോഡ് പണിയും ഒക്കെ തീർക്കേണ്ടതിന് പകരം വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിലുള്ള തർക്കവും മറ്റും മൂലം ഇത് മുടങ്ങിക്കിടക്കുകയാണ്. ഏതായാലും യാത്ര ദുർഘടമാണ്. ജനകീയ സമിതികൾ ഉണ്ടാക്കി വലിയ സമര രംഗത്തേക്ക് ഇറങ്ങാൻ MLAയും പ്രതിപക്ഷ നേതാവും ഈ റോഡിന്റെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും റോഡ് ഗതാഗതയോഗ്യമാക്കാനുള്ള നടപടികളായിട്ടില്ല. കുടിവെള്ള പൈപ്പിടാൻ പൊതുമരാമത്ത് നൽകിയ റോഡിൽ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. എന്നാൽ പൈപ്പിടൽ പൂർത്തിയായെങ്കിലും മഴ ആരംഭിച്ചതിനാൽ റോഡ് ഏറ്റെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ല. റോഡ് തങ്ങളുടേതല്ലെന്നറിയിച്ച് പൊതുമരാമത്ത് വകുപ്പ് ബോർഡ് വെച്ചത് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദ്യം ചെയ്തിരുന്നു. കാരണം 2018 മുതൽ റോഡ് പൊട്ടി പാളീസായി കിടക്കാണ്. KSRTCയുടെ ദേശസാൽക്കൃത റോഡാണ്. മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു, വണ്ടികളൊക്കെ ആകെ ഒന്ന് പണിയിലാണ്.
കുളമായി കിടക്കാണ് ഇവിടെ. ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് 10-13 വർഷമായിട്ട് പാച്ച് വർക്ക് മാത്രം നടത്തുന്ന റോഡാണ്. എല്ലാ കൊല്ലവും ഇതേപോലെ കുഴിയാണ് മഴയത്ത്. ആ സമയത്ത് ഒരു പാച്ച് വർക്ക് നടത്തി പോകും. അങ്ങനെ വലിയ ഇതില്ലാതെ പോകുന്ന സമയത്താണ് ഈ പ്രാവശ്യം ജലജീവൻ പദ്ധതിയുടെ ഇതും പറഞ്ഞ് 2 സൈഡും കുത്തിപ്പൊളിച്ചു. ഇപ്പം നിലവിലുള്ള ടാറിങ്ങും പോയി, വണ്ടികളെല്ലാം കംപ്ലൈൻ്റ് ആയി, നടി ഒടിയണ മാതിരിയാണ് ഇപ്പോഴത്തെ ഇതിൽ. വണ്ടികൾ കംപ്ലൈൻ്റ് ആയി. നമുക്ക് ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത ചെളി മേത്ത് ചെല്ലാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. ഇനി മഴ മാറിക്കഴിഞ്ഞാൽ പൊടി പറഞ്ഞിട്ട് വേറെ ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ ജനങ്ങളെല്ലാം സമരങ്ങളൊക്കെ നടത്തിയിട്ടും അധികാരികൾ കുറച്ച് മെറ്റൽ പൊടിയും മെറ്റും കൂടി കൊണ്ടുപോയിട്ട് എത്തിയിട്ട് അങ്ങോട്ട് പോകും. ഒരു 50 എണ്ണിയ തീരില്ല, 50-ൽ പരം ആൾക്കാർ വീണിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാളോട് മരിച്ചിട്ടുണ്ട്. ഒരു 10-20 പേരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമ്മുടെ കൂട്ടുകാരന്മാരുടെ തന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വണ്ടിയുടെ ആക്സിഡന്റ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ നാട്ടുകാർ ആണ് ഒരു മിനി വണ്ടി ഈ കുഴി ചാടിയിട്ട് കയറിപ്പോയി. റോഡ് മൊത്തം ബ്ലോക്ക്. ഇവിടെ നിന്ന് ഈ 4.5 കിലോമീറ്റർ വണ്ടി ഓടണമെങ്കിൽ മിനിമം 1 മണിക്കൂർ വേണം. കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും സ്ലോവിലാണ് പോകുന്നത്. പോകാൻ പറ്റില്ല, പതിയെ കുഴി ഇറങ്ങിയാൽ പോകുന്നത്. രാവിലെ സ്കൂൾ ടൈമിലോ ഓഫീസ് ടൈമിലോ ഒക്കെ 2 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ഓഫീസിലെത്തുള്ളൂ. പൈപ്പിടാനെടുത്ത കുഴിയിൽ മെറ്റലിട്ട് ഉറപ്പിച്ച് പ്രൈം കോട്ടിംഗ് ചെയ്ത ശേഷം ജനുവരിയിൽ കൈമാറാമെന്നായിരുന്നു വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന് ഉറപ്പ് നൽകിയിരുന്നത്. ഈ ഭാഗം റീടാറിങ്ങിനായി 5.25 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥ അനുകൂലമാകുകയും റോഡിലിട്ട പൈപ്പുകളുടെ പ്രഷർ ടെസ്റ്റിംഗും സംയുക്ത പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം ടാറിംഗ് നടത്താനാകുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. ഇരു വകുപ്പുകളും ചുമതലകൾ തട്ടിക്കളയുമ്പോൾ വീഴ്ച വരുത്തിയ കരാറുകാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇരുവരും ഒറ്റക്കെട്ടാണ്. ന്യൂസ് ഡെസ്ക് ആലുവ.